Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. നവീകരിച്ച MCBS ചാപ്പലിന്റെ ആശീർവാദവും ആകാശപ്പറവകളുടെ കൂട്ടുകാരുടെ 33ാം സ്ഥാപക ദിനവും ആഘോഷിച്ചു. അഭിവന്ദ്യ മാർ ജോസഫ് അരുമച്ചാടത്ത് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മലയാറ്റൂർ മാർ വാലഹ് ആശ്രമത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭിക്ഷാടകരെ രാജാക്കന്മാരെ പോലെ കരുതണം, അവരെ സ്വീകരിക്കണം, ആദരിക്കണം. കാരണം അവർ ദൈവപുത്രന്മാരും ദൈവപുത്രിമാരും ആണ് എന്നാണ് കുറ്റിക്കിലച്ചൻ പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന, ആരാലും ഉപേക്ഷിക്കപ്പെട്ട് അതല്ലെങ്കിൽ വെറുക്കപ്പെട്ടിരുന്ന മനുഷ്യരെ കാണുമ്പോൾ തന്നെ ആദ്യമേ അവരെ കെട്ടിപ്പിടിക്കണമെന്നും കെട്ടിപ്പിടിച്ച് അവരെ ചുംബിക്കണമെന്നും, ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ പാദങ്ങളിൽ ചുംബിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വലിയൊരു മാതൃക നൽകി ഈ ലോകത്തിൽ നിന്ന് നമ്മോട് യാത്ര പറഞ്ഞ വ്യക്തിയാണ്. കരുണയുടെ ജപമാല, തുടർന്ന് പിതാവിന് സ്വീകരണം, ചാപ്പൽ ആശീർവാദവും നടന്നു. പൊതുസമ്മേളനം റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. പറവകളുടെ FBAയുടെ ചരിത്രം എന്ന് പറയുന്നത് സേവനത്തിൻ്റെയും പരസഹായത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ നീണ്ട 33 വർഷങ്ങളാണ്. ആരോരുമില്ലാത്ത നാട്ടിൽ സഹായിക്കാൻ ആരുമില്ലാത്ത ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ തങ്ങളിലൊരാളായി തന്നെ പോലെ തന്നെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ലഭ്യമാക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും ദൈവാനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ ഒരു നിയമജ്ഞൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതാണ് എന്ന്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അതിനേക്കാൾ വലിയ ഒരു കൽപ്പനയില്ല എന്ന് പറയുന്നുണ്ട്. മാർ ജോസഫ് അരുമച്ചാടത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. മലയാറ്റൂർ പള്ളി വികാരി ഫാദർ ജോസ് ഒഴലക്കാട്ട് മുഖ്യ പ്രഭാഷണം നടത്തി. മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് അബൂക്കാരൻ, ഫാദർ സുശീൽ, മുൻ MLA ജോസ് തറ്റയിൽ, വാർഡ് മെമ്പർ സെലിൻ പോൾ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സെബി കടുങ്ങൻ, ജോസ് കല്ലുംപുറം, എലിസബത്ത് സെബാസ്റ്റ്യൻ, സിസ്റ്റർ മെറിൻ, അപ്പച്ചൻ കാനിരുത്തുകുന്നൻ, സേവ്യർ വടക്കുംചേരി, വർഗീസ് പുറമടം, ലാലിച്ചൻ തഴുക്കൽ, സാംസനപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. 33 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ കൊച്ചച്ഛനായിട്ട് ഈ പള്ളിയിൽ 2 വർഷം ഉണ്ടായിരുന്നു. അപ്പം ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ഛൻ ഇല്ലത്തോട് ആശ്രമത്തിലുള്ള സമയമാണ്. ഞാൻ അച്ഛനെ പ്രത്യേകം ക്ഷണിച്ച് അന്ന് ഇടവകയിൽ കുറ്റിക്കലച്ഛനെ കൊണ്ട് ഒരു വാർഷിക ധ്യാനം 3 ദിവസത്തെ നടത്തിയതായിട്ട് ഓർക്കുകയാണ്. അച്ഛൻ ഇവിടെ റിപ്പോർട്ടിൽ കേട്ടതുപോലെ ആലോചനയുടെ ആരംഭത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ അച്ഛൻ ഒത്തിരി അച്ഛൻ്റെ സ്വപ്നങ്ങൾ അന്ന് പങ്കുവെച്ചത് ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഞാൻ പറഞ്ഞത്, അച്ഛാ പോയില്ല അച്ഛാ ഒരു കിഡ്നി എന്ന് ആ സഹോദരി പറഞ്ഞ 33 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ്റെ സ്വപ്നം മനസ്സിലുരിഞ്ഞ ദൈവം കൊടുത്ത ഒരു പ്രചോദനത്തിൻ്റെ പരിണിത ആവിഷ്കാരമാണ് നമ്മളിന്ന് ഈ സമൂഹത്തിൽ നന്മയായി, ഐശ്വര്യമായി, തണലായി, താങ്ങായി, സൗഹൃദമായി ഒക്കെ ഇന്ന് മാറ്റപ്പെട്ടിരിക്കുക. എന്നിട്ട് ഞാൻ MCBSകാരനാന്ന് പറഞ്ഞപ്പം അച്ഛൻ അന്നാരെ പറഞ്ഞത് ഞാൻ കുറ്റിക്കലച്ഛൻ്റെ ശിഷ്യനാന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ആശ്രമവും ഇവിടുത്തെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്ന സാംസപ്പനുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും നാൾ കുറ്റിക്കലച്ഛൻ്റെ കൂടെ നിന്ന് FBA മുന്നോട്ട് നയിച്ചുകൊണ്ട് പോയ
നമ്മുടെ പ്രിയപ്പെട്ട മാത്യുവച്ചനുണ്ട്, അല്ലെങ്കിൽ ഇതിന് മുൻപിലത്തെ ഡയറക്ടറായ കുറ്റിക്കലച്ചൻ്റെ ശുശ്രൂഷ പട്ടം കിട്ടിയ നാൾ മുതൽ ആ ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യുന്ന കണ്ണമ്പിളാക്കലച്ചനുണ്ട്. ഓരോ കാലഘട്ടത്തിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. അത് തുറന്നുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആരും സംശയമില്ല. ഞങ്ങളാലാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. ഒരു കാര്യം, സ്നേഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പം, സ്നേഹം എന്നുള്ള ഒരൊറ്റ വാക്കിൻ്റെ ഉള്ളിൽ ഒതുങ്ങാത്തതും അല്ലെങ്കിൽ ഒതുങ്ങിയതും അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നതുമായ കാര്യമുണ്ട്. ത്യാഗം, സഹനം. അതാണ് നമ്മുടെ ഇവിടെയുള്ള ബ്രദേഴ്സും സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ ചെയ്തു വരുന്നത്. അത് നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് വെള്ളത്തേനായി ഞാൻ കാത്തിരിപ്പു. നാരി ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യോ നീയൊരു യൂതൻ, ഞാൻ ഇന്നൊരു ശമരായത്തി, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ 12ാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ 31 വരെ. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 299 രൂപ മുതൽ. 1 പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ, അപ്പച്ചട്ടി, തവ, കുക്കർ, ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. പ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം. എല്ലാ പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, അങ്കമാലി.